കൂക്കൽ വില്ലേജിലേക്കുള്ള ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നലെ ഞങ്ങൾ കൊടൈക്കനാലാണ് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു 6 മണിക്കൊക്കെ യാത്ര ആരംഭിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ഇട്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ലേക്ക് ഇവിടുത്തെ ടൗണിലുള്ള. ഇതിന് ചുറ്റും ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. ഒരു സൈക്ലിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഞാൻ മുമ്പ് വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നൈറ്റ് നല്ല മഴ അതിനെക്കൊണ്ട് ഇവിടെ കൊടൈക്കനാലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മോർണിംഗ് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പോലെ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് പൂക്കാല് പോകുന്ന റൂട്ട് നല്ല റിസ്ക് പിടിച്ച ഒരു റൂട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ കൊടൈക്കനാൽ ഇന്നലെ സ്റ്റേ ചെയ്യുന്ന പോലെ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഒരു 6 മണിക്കാണ് രാവിലെ തിരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അഡ്വഞ്ചറിനൊന്നും ഒരു കുറവും കാണൂല. പക്ഷെ മഴ പെയ്യുന്നതിനെ കൊണ്ട് ചിലപ്പോൾ എനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇന്നലെ റൂം എടുത്ത ഒരു സ്പോട്ടിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് കൂക്കലിലേക്ക് പോകാനായിട്ടുള്ളത്. അത് ഏകദേശം ഒരു 40 കിലോമീറ്ററും അത് ഫോറസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇന്നലെ റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ, ഭയങ്കര ചീപ്പായിട്ടാണ് അവിടെ റൂം ഇവിടെ കൊടൈക്കനാൽ കിട്ടിയത്. ചിലപ്പോൾ വീക്കെൻഡ് കഴിഞ്ഞ ഒരു ദിവസം അതിനൊക്കെ ഞങ്ങൾ സൺഡേ നൈറ്റാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗ് ആണ് പോകുന്നത്. അതുകൊണ്ടിട്ടാവും ചിലപ്പോൾ ചീപ്പായിട്ട് ഒരു റൂമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. കൊടൈക്കനാൽ ടൗണിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള റോസ് ഗാർഡനാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ സാധാരണ കുറച്ചുകൂടെ ടൈം കഴിഞ്ഞാൽ ഭയങ്കര റഷാകുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഇത് ടാർപ്പായി വലിച്ച് കെട്ടിയിട്ടുള്ള ഇതൊക്കെ കടകളാണ്. പൈനാപ്പിൾ ഇതുപോലെയൊക്കെ വിൽക്കുന്നത് നല്ല ക്രൗഡായിട്ടുള്ള ഒരു സ്പോട്ടാണ്. നമ്മളെന്തായാലും റോസ് ഗാർഡനിൽ കയറുന്നില്ല, നമ്മൾ നേരെ കൂക്കാൽ പോകണം. ഞാൻ ജസ്റ്റ് ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞാണ്. ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു റോഡിന് വേണം കൂക്കാൽ പോകാനായിട്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു ടൗണിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ റോസ് ഗാർഡന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടല്ലോ ഒരു ലേക്ക്, അത് ചുറ്റിയിട്ടുള്ള ഒരു സൈക്ലിംഗ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു കാട് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ വേറെ ഒരു വണ്ടി പോലും ഒരു റൂട്ടിൽ ഓടുന്നത് കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു ബൈക്ക് മാത്രമാണ് ഈ ഒരു കാടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു കാടിൻ്റെ ഒരു ഭീകരാന്തരീക്ഷത്തിൽ ശരിക്കും ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ശരിക്കും മുമ്പിലോട്ട് പോകുമ്പോഴാവും അതിൻ്റെ ഒരു ഫീലിംഗ് ശരിക്കായിട്ട് കിട്ടുന്നത്. ഓരോ വളവും കഴിയുന്ന സമയത്ത് വല്ല മൃഗങ്ങളും എന്തെങ്കിലും ഫ്രണ്ടിൽ വന്ന് ചാടുമോ എന്നുള്ളൊരു പേടിയിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എന്തായാലും ആ ഒരു ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളത് ഇത് ഉറപ്പാണ്. കാരണം ഏകദേശം 30 കിലോമീറ്റർ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ടുണ്ട്. ഇത്രയും നേരത്തെ തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുമോ എന്നുള്ളത് മാത്രമായിരുന്നു ഒരു പേടി. എന്തായാലും ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആയിരുന്നു. എന്തായാലും ഈ ഒരു റൂട്ട് ഇങ്ങനെ ഓപ്പണായി കിട്ടിയത് കൊണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ ഒരു കാടിൻ്റെ അകത്തൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ ആദ്യം കാണുന്ന ഓരോ മരങ്ങളോ ആദ്യം അവിടെ കാണുന്ന പുല്ലുകളോ കുറ്റിച്ചെടികളോ ഇതൊന്നും ആവില്ല നമ്മളെ കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നത്. അവിടെ നമ്മൾ താഴ്ചയിലേക്ക് ദൂരത്ത് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഓരോ സ്പോട്ട് മാറി മാറി വരുന്നത്. ഞാൻ നേരത്തെ അവിടുന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവനായിട്ടും പൈൻ മരങ്ങളാണ് കാണാനുള്ളത്. അപ്പോൾ ആ പൈൻ മരത്തിൻ്റെ ഇലകളൊക്കെ വീണിട്ട് ആ ബ്രൗൺ കളറിൽ കിടക്കുന്ന അതിൻ്റെ നടുക്കൂടെ ആ ഒരു നല്ലൊരു റോഡും കൂടാണ് ഇവിടെ. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൂക്കൽ റൂട്ട് പോകുമ്പോൾ പോയ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് ഒരു റൂട്ടാണ് ഈ കൂക്കാൽ പോകുമ്പോഴുള്ള ഈ കാട്ടിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചകൾ എന്നുള്ളത്.
ചിലപ്പോൾ നല്ല മഴ അതിനൊക്കെ ഉണ്ടാവും. ഇന്ന് ഇതുവരെ ഒരു എനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി മുമ്പിലോട്ട് പോയി നോക്കണം. പിന്നെ ഞാൻ വരുന്ന സമയത്ത് അവിടെ കൊടൈക്കനാൽ ടൗണിലൊക്കെ ആരും എണീറ്റിട്ട് പോരില്ല. ഒരുപാട് സ്റ്റേ ഇതൊക്കെ റൂം ഇതൊക്കെ കാണുന്നുണ്ട്, വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട്. റോട്ടിൽ പോലും വരുന്ന വഴി ആരുമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ എണീറ്റിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക, ഇതുപോലുള്ള റൂട്ടിലൊക്കെ. കാരണം അപ്പേ ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ശരിക്കും ഈ ഒരു കാട് ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോൾ 8 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ രസം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാനാവുന്ന ആദ്യമായിട്ട് ഈ ഒരു കൂക്കാല് വില്ലേജിലേക്ക് ഒരു കാട് കടന്ന് പോകുന്നതെന്നാണ്. ഇവിടൊക്കെ എന്തോ ഒരു വീട് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇനി വീടാണോ ഇവിടെ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളൊരു പുസ്തകത്തിലേക്ക് ഒരു പേജ് മറിക്കുന്ന പോലെ ഒരു ടേണിങ് അങ്ങ് തിരിയുന്ന സമയത്ത് തന്നെ ലൊക്കേഷൻ പാടെ അങ്ങ് മാറുകയാണ്. പിന്നെ കാണുന്നത് വേറൊരു വ്യൂ ആണ്. പിന്നെ ഈ ഒരു റൂട്ടിൽ ഇതുവരെ വന്നിട്ട് ഒരു വാട്ടർഫാൾസ് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ വേറെ ഇതുപോലെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൂരെ വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒക്കെ കിട്ടാറുണ്ട്. അത് ഈ ഒരു റൂട്ടിൽ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടൊരു വണ്ടിൻ്റെ ഹോർണടി കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു പയ്യൻ ബൈക്കും കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കാണുന്നത്. രണ്ടാമത് ഒരു കാറാണ് വന്നത്. ലെഫ്റ്റിലൊരു വലിയൊരു പാറൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സെറ്റ് സ്പോട്ടാണ് കേട്ടോ അതൊക്കെ. ഇന്നലെ മുഴുവനായിട്ട് മഴയിലാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ചുരം കയറി വരുന്ന സമയത്തൊക്കെ ഇവിടെ കൊടൈക്കനാൽ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂടി കെട്ടിയ ഒരു ക്ലൈമറ്റാണുള്ളത്. എന്തായാലും നല്ല തണുപ്പും വൈബ് എക്സ്പീരിയൻസാണ്. ഇന്നലെ കൊടൈക്കനാൽ ഈവനിങ് കയറി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കോടമഞ്ഞ്, ആ ഒരു മിസ്റ്റ് ഇതൊന്നും ഇന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു മോർണിംഗ് ആണെങ്കിൽ തന്നെ ഈ കാടിൻ്റെ അകത്തൂടെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഈ ഒരു സ്പോട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. പിന്നെ അവിടെ ദൂരെ ആ ഒരു മലൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആ ഒരു കോടമഞ്ഞ് മൂടി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എങ്ങനെ വരുന്ന വഴി നല്ല അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി സൈഡാക്കിയതാ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കാം. പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി സ്പോട്ടാണ് കേട്ടത്. ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് മലകളാണ്, ഭയങ്കര ഗ്രീനിഷാണ്. ഇവിടെ കൂടുതലായിട്ടൊന്നും ആരും എത്തിയിട്ടില്ല ഈ ഒരു സമയം അതിനെ കൊണ്ട് തന്നെ. അല്ല, ഫ്രീ ആയിട്ട് നിന്നിട്ട് ഇത് കുറേ നേരം ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ശരിക്കും ഇത് റിയലായിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ച ശരിക്കും ഈ ഒരു വീഡിയോയിൽ അത്രക്ക് കിട്ടുന്നുള്ളത് തോന്നുന്നില്ല. പക്ഷേ നല്ല കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ നോക്കുമ്പോൾ അവിടെ ദൂരമായിട്ട് ഒരു പുഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരു അടുത്ത ഒരു സ്പോട്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാരണം നമ്മൾ പൂക്കൽ പോകുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ പൂണ്ടി പോയിട്ട് വരാനാണ് പ്ലാന്. കാരണം ഊട്ടി എന്ന് പറയുന്നത് ഈ ഒരു തമിഴ്നാടിൻ്റെ ഏറ്റവും എൻഡ് എന്ന് പറയുന്ന പോലെ ഒരു സ്പോട്ടാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മൂന്നാറാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ പൂക്കാല് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു ലെഫ്റ്റ് റോഡ് എടുത്തിട്ട് പോകുന്നതാണ് എളുപ്പം എന്നാണ് ഇത് മാപ്പ് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്.
ഇനി ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് പൂണ്ടിക്ക് പോകാനായിട്ട്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്പോട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല, കുറേ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്, വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു സ്പോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ച് റോഡൊക്കെ ഒന്ന് മോശമായി തുടങ്ങാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 8 മണി സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 2 മണിക്കൂർ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് മുമ്പിലോട്ട് വന്നു ചെയ്തു. കാരണം ചെറിയ നാരോ റോഡും പിന്നെ മഴയും ഒക്കെ അതിനെ കൊണ്ട് തന്നെ കുറച്ച് അത്ര സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റൂല. റോഡ് ഇതൊക്കെ നല്ല സ്കിഡാവുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഏകദേശം 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂണ്ടിയിലെത്താൻ പറ്റും. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് സൈഡിലേക്ക് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ലെൻസിലൊക്കെ വെള്ളം കയറിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ്. ഫുള്ള് ഒരു വാലി പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്പോട്ടാണ്. നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഫുള്ളായിട്ട് ഒരു ചെറിയ പച്ച പുൽ മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്പോട്ടൊക്കെ ആയിട്ടാണ്. ഈ പൂണ്ടി, ഈ കൂക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ കൃഷികൾ, പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പശു, ആട്, ഇതിൻ്റെയൊക്കെ ഫാമുകളൊക്കെ ഇഷ്ടം പോലെ വരുന്ന വഴി കാണാൻ പറ്റും. അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഇതൊക്കെ ആസ്വദിച്ച് പൂക്കാൽ, അതുപോലെ പൂണ്ടി ആ ഒരു എൻഡ് വരെയുള്ള ഒരു യാത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഒരു റൂട്ടാണ് മെയിനായിട്ട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം പൂണ്ടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ഇനി ഇവിടെ പൂണ്ടി വന്നിട്ട് നമുക്ക് അടുത്തത് പൂക്കൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാർ ഇവിടെ അടുത്തായിട്ടാണ്. അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സ്പോട്ടിലേക്കായിട്ടാണ് മൂന്നാർ വരുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ മൂന്നാറിലേക്ക്. പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു റോഡ് അങ്ങനെ പൂണ്ടിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഇല്ല. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മൂന്നാർ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കൊടൈക്കനാൽ വന്ന് അവിടുന്ന് തേനി വഴി ഒരുപാട് കറങ്ങിയിട്ടാണ് ഇനി അവിടെ പോകാൻ. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ പൂണ്ടി വന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പൂക്കൽ പോകാന്നുള്ള ഒരു പ്ലാനിലെത്തിയത്. ഫൈനലി 40 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ പൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വില്ലേജിൽ എത്തിയിരുന്നു. ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ, ഇതാണ് പൂണ്ടി വില്ലേജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. വരുന്ന റൂട്ടൊന്നും ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഇങ്ങോട്ട് ബസ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ടൈമിംഗ് ഒന്നും അറിയില്ല. കൊടൈക്കനാൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് എത്ര ടൈം വേണമെന്നുണ്ടെങ്കിലും സ്പെൻഡ് ചെയ്യുക. വരുന്ന റൂട്ടിലൊക്കെ ഒരുപാട് സ്പോട്ടിലൊക്കെ വണ്ടി നിർത്തി ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഹിൽ സ്റ്റേഷൻ, മലകൾ, നല്ല കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ഒരു വില്ലേജിലെത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഈ ഒരു വ്യൂ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്രയും സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. കാരണം നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വില്ലേജിൻ്റെ നടുക്കൂടെയുള്ള ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഫീല്. ഇത് ഇപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വില്ലേജാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു സ്പോട്ടിലൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അവിടെ ഫ്രണ്ടിലായിട്ട് ഒരു മലേൻ്റെ മുകളിലായിട്ട് ഒരുപാട് മേഘങ്ങൾ ഒരു റൗണ്ടായിട്ട് ഒരു മലയെ ചുറ്റി നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് എത്ര കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള അറിയില്ല. പക്ഷേ എനിക്ക് ഇവിടുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ഒരു രാവിലെ സമയം അതിനെ കൊണ്ട് ജോലിക്കൊക്കെ പോകുന്ന ഗ്രാമത്തിലുള്ളവർ അങ്ങനെ ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകളും നല്ല പച്ചപ്പും പിന്നെ നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത്.
ഇനി ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോഡിൻ്റെ എൻഡിലും പിന്നെ അതുപോലെ തന്നെ ഒരു പൂക്കാല് ടൗണിലെത്തും. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് വീടുകളൊക്കെ ആയിട്ട്. ഒക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൃഷി ചെയ്യുന്നതും ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ വീടുകളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റൗണ്ടായിട്ട് ഒരു മലൻ്റെ മുകളിൽ മേഘം ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇപ്പോൾ ശരിക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അടുത്തായിട്ടാണ് കാണുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമാണ് ഈ ഒരു പൂണ്ടി എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഈ റോഡിൻ്റെ ഒരു അറ്റം പൂണ്ടി ആ ഒരു സ്പോട്ട് വരെ പോയിട്ട് തിരിച്ചു വരാനാണെന്ന് പ്ലാന്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 9 മണി സമയമാവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കൂക്കിൽ പൂണ്ടി പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ടിഫിനൊക്കെ കഴിച്ചിട്ട് കൂക്കിൽ പോകാനാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ഏകദേശം 45 കിലോമീറ്ററും കവർ ചെയ്ത് പൂണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് വീടുകളും ആ ഒരു മലകളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പോട്ടാണ് പൂണ്ടി വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഈ പൂണ്ടി വില്ലേജിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇവിടുന്ന് ടിഫിനൊക്കെ കഴിച്ച് കൂക്കൽ പോകാനാണ് പ്ലാന്. അങ്ങനെ കൊടൈക്കനാൽ വഴി മൂന്നാർ പോകാനുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ ഉടൻ തന്നെ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്തായാലും മൂന്നാർ പോകാൻ പറ്റൂല. ഇവിടെ അടുത്ത് അവിടെ തന്നെ മൂന്നാർ, പക്ഷേ നമുക്ക് കൊടൈക്കനാൽ വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.